പ്രജിൻ, തൃശൂർ പൂരത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രജിൻ നേരത്തെ പറഞ്ഞു. ശക്തൻ തമ്പുരാൻ 2 നൂറ്റാണ്ടിന് മുൻപ് തുടങ്ങിവെച്ചതാണ് തൃശൂർ പൂരം എന്ന ഈ ആഘോഷം. അതിന് തൃശൂർക്കാർക്ക് ഒരു അപമാനമേറ്റതിന്റെ കഥയും പറഞ്ഞു. അതുപോലെ തന്നെ ഈ കുടമാറ്റത്തിനുമുണ്ട് പ്രജിൻ ഒരു കഥ പറയാൻ. അത് പഴമക്കാർ പറയുന്നത് ഈ കുടമാറ്റത്തിന് ഏതാണ്ട് 1 നൂറ്റാണ്ടിന്റെ പഴക്കമേ ഉള്ളൂ, അതായത് 100 വർഷത്തെ പഴക്കമേ ഉള്ളൂ എന്നതാണ്. ഇതുപോലെ തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തെക്കോട്ടിറക്കം കഴിഞ്ഞ് പാറമേക്കാവ്, തിരുവമ്പാടി വിഭാഗക്കാർ പുറത്തിറങ്ങിയ ശേഷം സാധാരണ നിലയിൽ കുട നിവർത്താറുണ്ട്. ആനപ്പുറത്ത് നിന്ന് കുട നിവർത്തുന്നു. പെട്ടെന്ന് അതിലൊരു വിഭാഗം എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കുടകൾ മാറ്റി അവർ പുതിയ ഒരു സെറ്റ് കുടകൾ നിവർത്തുന്നു. അപ്പോൾ മറുവിഭാഗത്തിന് അത് വലിയ അപമാനമായി തോന്നി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുടയും ശീലക്കുടയും കൂടി പറഞ്ഞത്. കാരണം അത് തീർത്തും അപ്രതീക്ഷിതമായ ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നാണ് ഈ വർണ്ണക്കുടകൾ ഉയർന്നത്. അതിനുശേഷം പിന്നീട് ഓരോ വർഷവും വളരെ കരുതിക്കൂട്ടി തന്നെ ഇത് തങ്ങൾ ഈ രഹസ്യമായി പല വർണ്ണങ്ങളിലുള്ള വിവിധ വർണ്ണങ്ങളിലുള്ള കുടകൾ അവർ തൃശ്ശൂർ പൂരത്തിന് ഈ ഇതിൻ്റെ തെക്കോട്ടിറക്കത്തിന് ശേഷം ഈ ഭഗവതിമാർ മുഖാമുഖം നിൽക്കുമ്പോൾ ഉയർത്താൻ വേണ്ടി കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് കുടമാറ്റം എന്നത് ഏറ്റവും സുന്ദരമായ ഒരു ചടങ്ങായി മാറിയത്. അത് പിന്നീട് ക്രമേണ നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ആരോഗ്യകരമായ ഒരു മത്സരമായി മാറി. ഇന്ന് കുടമാറ്റം എന്നത് യഥാർത്ഥത്തിൽ ആളുകൾ തമ്മിൽ ബെറ്റ് പന്തയം വെച്ച് വരെ അതിനെ കുടമാറ്റത്തിലേക്ക് കാണാൻ വരുന്ന നിലയിലേക്ക് അത് മാറി. ഓരോ തവണയും വിസ്മയകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള വർണ്ണാഭമായ കുടകളാണ് ഇരു വിഭാഗങ്ങളും ഉയർത്താറുണ്ടായിരുന്നത്. പല തട്ടിലുള്ള പല നിലകളുള്ള ആ കുടകൾ, അതുപോലെ തന്നെ LED ലൈറ്റുകൾ. ഇപ്പോൾ ശ്രീ ശിവകുമാരൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സാധാരണ നിലയിൽ കുടകൾ ഉയർത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. കുടമാറ്റം എന്ന ചടങ്ങിലേക്ക് കടക്കാൻ പോകുന്നതുള്ളൂ. അവിടെ അവരുടെ സർപ്രൈസ് ആയിട്ടുള്ള കുടകൾ അവർ ഇപ്പോഴും അത് രഹസ്യമായി തന്നെ വെച്ചിരിക്കുന്നു, അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതിനുശേഷമായിരിക്കും അത് തുറക്കാൻ പോകുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രത്തിന് അത്രത്തോളം പഴക്കം യഥാർത്ഥത്തിൽ കുടമാറ്റത്തിന് ഇല്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. അതിനുള്ളത് ഒരു 100 വർഷത്തെ ചരിത്രമാണ്. അതിന് കാരണമായി നിന്നത് ഇതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഒരു വിഭാഗം വരുത്തിയ അല്ലെങ്കിൽ അവർ ഉയർത്തിയ കുടകളാണ്. അത് മറ്റു വിഭാഗത്തിന് ഒരു അപമാനമായി തോന്നുകയും അടുത്ത വർഷം തൊട്ട് അവർ അതിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് വേറെ എന്തുണ്ട് എന്ന് പറയുന്നതിലാണ് കൂടുതൽ ശക്തരാകാൻ അത് മത്സരത്തിലൂടെ. അതെ അതെ അതെ. അപ്പോൾ അത്തരത്തിലുള്ള കഥകളൊക്കെ തന്നെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.